ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. ഈ വർഷം നമ്മൾ കൈകോർത്തിരിക്കുകയാണ്, നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് എത്തുകയാണ്. ഞങ്ങളെക്കുറിച്ചും ഈ താരസംഘടനയിൽ എന്നും ഞങ്ങൾ വൗച്ചറുള്ളപ്പോൾ കൈകോർത്ത് പോകണം. ലാലേട്ടനോടൊപ്പം ഇനിയും തുടർന്ന് കൈകോർത്ത് തന്നെ പോകും. അങ്ങനെ സംഭവിക്കട്ടെ, വേറെ കുഴപ്പമൊന്നും. തീർച്ചയായും നിങ്ങളുടെയൊക്കെ സഹകരണമല്ലേ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. വളരെ സത്യസന്ധമായ വാർത്തകൾ പറയുക, അതാണ് ധർമ്മം. തീർച്ചയായിട്ടും അതുപോലെ സത്യസന്ധമായ ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കും. തീർച്ചയായിട്ടും അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ഓൾ ദ ബെസ്റ്റ്. കൂടെ തന്നെ ഉണ്ടാവും. എവറിത്തിങ് യു ക്യാൻ ഇമാജിൻ ഈസ് റിയൽ. തീർച്ചയായിട്ടും. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു സന്തോഷകരമായ മുഹൂർത്തമാണ് ഇപ്പോൾ ലാലേട്ടൻ ഇവിടെ എത്തി നമുക്ക് സംഭാവന ചെയ്തത്. നമ്മൾ സത്യസന്ധമായ വാർത്തയുമായി മുന്നോട്ട് പോവുക. നമ്മുടെ ബൂത്തിൽ വന്ന് തന്നെ ലാലേട്ടൻ ഇടപെടഭാവിച്ചേട്ടനും അത് സംസാരിച്ചിരിക്കുന്നു. അത് സന്തോഷമുള്ളൊരു മുഹൂർത്തമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ സന്തോഷമുള്ള മുഹൂർത്തമായിരുന്നു. അപ്പോൾ ലാലേട്ടനും ബാബുച്ചേട്ടനും വന്ന് ബൂത്ത് സന്ദർശിച്ചു പോയി. നമ്മുടെ ഈ പ്രോഗ്രാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ജെയിനാണ്, ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ്. അതോടൊപ്പം മൈച്ചിയും നീതുസുമാണ്. ലാലേട്ടൻ ഇവിടെ എത്തി ഇപ്പം ഇത് നമ്മുടെ ബൂത്ത് സന്ദർശിച്ച് കൃത്യമായി തന്നെ ആശംസകൾ നേർന്നുകൊണ്ടാണ് പോകുന്നത്. സത്യസന്ധമായ വാർത്തകൾ അത് തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അറിയാവുന്നതുകൊണ്ട് തന്നെ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുക എന്ന് തന്നെയാണ് ബാബുച്ചേട്ടനോടൊപ്പം എത്തിയ ലാലേട്ടൻ നമ്മളെ അറിയിച്ചത്. ഇനിയുമുള്ള യാത്രയിൽ നമ്മളും ഉണ്ടാവും എന്ന് തന്നെ ലാലേട്ടൻ നിങ്ങളോടൊപ്പം നിങ്ങളും എന്ന് തന്നെയാണ് പറഞ്ഞത്. വോട്ടിങ്ങിൻ്റെ തിരക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടിങ് തിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുതിയതും പഴയതുമായ ഒത്തിരി ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പം നാരായണൻകുട്ടിച്ചേട്ടൻ നമുക്കറിയാം എത്രയോ സിനിമകൾ അഭിനയിച്ച് വന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ. ചേട്ടാ നമസ്കാരം. നമ്മൾ വീണ്ടും അമ്മ എന്ന് പറഞ്ഞ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. കുടുംബത്തിൽ നിങ്ങളൊക്കെ ഒരു മെമ്പറായിട്ട് വാ, അതല്ല വേണ്ടത്. തീർച്ചയായിട്ടും. എന്ത് തോന്നുന്നു? നന്നായിരിക്കുന്നു. കാരണം ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം ഉള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രാവശ്യം വരാണ്ടിരിക്കുന്നത് ഭയങ്കര മോശം. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ വന്നേ പറ്റൂ. പിന്നെ തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് മാത്രം. ഇത് ഞാൻ എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇതുവരെ മുടങ്ങിയായിട്ട് എനിക്ക് ഓർമ്മയിലൊന്നുമില്ല, മുടങ്ങിയിട്ടില്ല. എല്ലാവിധ ആശംസകളും. പടങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇപ്പൊ സ്വർഗത്തിൽ കട്ടറും പറങ്ങി ധ്യാൻ ശ്രീനിവാസനേക്കുള്ള. ഇനിയിപ്പോ സൂപ്പർ ജിഞ്ചു എന്നൊരു പടം ഇറങ്ങാനുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, ഒരുപാടൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു. സന്തോഷം. അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും വന്ന് നമ്മുടെ ബൂത്ത് കാണുമ്പോൾ ലാലേട്ടൻ ചെന്നു, ഇപ്പോൾ നാരായണൻകുട്ടിച്ചേട്ടൻ ചെന്നു, ഇപ്പോൾ പ്രിയങ്ക ഇവിടെ എത്തുന്ന. പ്രിയങ്ക വലിയ കറുത്ത സാരിയൊക്കെ കൊടുത്തി ഗംഭീരമായിട്ട് വന്നേക്കാണ്. പ്രിയങ്ക, ആദ്യം സന്തോഷം. അമ്മയുടെ 30ാം ആനുവൽ ഡേ ആണ്, എല്ലാവരെയും കാണുന്നു. അതെ, ഞാൻ തുടക്കം മുതൽ അമ്മ ആരംഭിച്ചപ്പോൾ മുതലുള്ള ഒരാളാണ്. ഈ 30ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് നമ്മുടെ അമ്മയിലെ അംഗങ്ങളൊക്കെ ആയിട്ട് വളരെ സന്തോഷകരമായി പോവുകയാണ്. ഇത്തവണത്തെ ഇലക്ഷനോട് കൂടി കുറച്ച് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ മാറ്റങ്ങൾ സത്യം പറഞ്ഞാൽ വരണം. എന്നാലേ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങളും കുറച്ച് അമ്മയെ തന്നെ കുറച്ച് ആൾക്കാർ കൂടുതൽ സഹായിക്കുന്നുണ്ടല്ലോ, അതൊക്കെ കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഒരു വലിയൊരു ആത്മവിശ്വാസത്തോടെ നിൽക്കുക. പിന്നെ ഓട്ടൊക്കെ ചെയ്തു. പുതിയ സിനിമ ഇപ്പൊ ജാഫർക്കാട് ആ പടമുണ്ട്, പിന്നെ വേറൊരു പടം ചെയ്ത് റിലീസ് ആവാനുണ്ട്. വന്നോട്ടെ. ഇപ്പൊ സുമോദേവി സീരിയൽ നടക്കുന്നു ഫ്ലവേഴ്സില്. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ദേവി. എന്താ വേണ്ടത്? തല്ല് വേണോ, ഡാൻസ് വേണോ, പാട്ട് വേണോ, എന്ത് വേണം പറ. ഇപ്പൊ നേരത്തെ പ്രിയങ്ക പറഞ്ഞു നമുക്ക് 30 വർഷം അല്ല, 30 വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ്. തീർച്ചയായിട്ടും എന്ത് തോന്നുന്നു ഇപ്പോൾ? അഭിമാനം തോന്നുന്നു ഇതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ, ഈ ഒരു ഫാമിലി മെമ്പർ ആകാൻ സാധിച്ചതിൽ. പിന്നെ ഇതിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഇതിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. കുറച്ച് ആൾക്കാരെയൊക്കെ വളരെ കൂടുതൽ അറിയാൻ സാധിച്ചു. കുറച്ചുകൂടെ ക്ലോസ് ആയി എല്ലാവരും ഒക്കെ ആയിട്ട്. ഒരു വലിയ സന്തോഷം തന്നെയാണ്. നമുക്ക് ഒരു വിഷമമുണ്ട്, എന്നാൽ അദ്ദേഹത്തിന് മാറാനില്ല. ബാബുച്ചേട്ടൻ മാറുകയാണ്. ബാബുച്ചേട്ടൻ ഒരു സ്ഥാനത്തില്ല എന്നല്ലേ ഉള്ളൂ, പക്ഷെ ബാബുച്ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. വർഷം കൊണ്ടൊരു സെക്രട്ടറി എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് ഒരു ഫ്ലാറ്റിലെ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഇതേ വേറൊരു ഫ്ലാറ്റിലെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളാണ്. ബുദ്ധിമുട്ട് എന്താണെന്ന് സെക്രട്ടറികൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ബാബുച്ചേട്ടൻ ഒരു ബ്രേക്ക് എടുക്കുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ഇനി എന്നേക്കുമായിട്ട് സ്ഥാനമില്ല എന്നൊന്നും അദ്ദേഹവും പറഞ്ഞിട്ടില്ല. അതാണ് ഒരു കാര്യം, സ്ഥാനം ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം വിളിക്കുന്നത് അതത്രേ ഉള്ളൂ. അതിപ്പോഴും അത്രേ ഉണ്ടാവുള്ളൂ. ബാബുട്ടന് എപ്പോഴും ഉണ്ട്, ഞങ്ങളുടെ ശക്തിയായിട്ട് തന്നെയുണ്ട്. പുതിയ ഭരണസമിതി വരട്ടെ, മാറ്റങ്ങൾ വരട്ടെ. അതെ, തീർച്ചയായിട്ടും. അതെ, കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുന്നവർ വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. വീണ്ടും തെരഞ്ഞെടുക്കട്ടെ. നോക്കാം, തീർച്ചയായിട്ടും. വർക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാകും. ഇപ്പൊ കമ്മിറ്റിയിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മളെ എന്തെങ്കിലും കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് 100% ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്.
ഓക്കെ താങ്ക് യു ഓക്കെ. അപ്പം ആളുകളെല്ലാം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലാറ്റിൽ. ഇതൊക്കെ കൈ നിറയെ ഗിഫ്റ്റ് ഒക്കെ ആണല്ലോ. ഒത്തിരി ഗിഫ്റ്റ് കിട്ടി തോന്നുന്നു. നല്ല പിന്നെ ഭയങ്കര ആഘോഷമില്ലേ. ഞങ്ങളുടെ അമ്മ ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പെരുന്നാളാ. അതെ. എങ്ങനെയുണ്ട് എല്ലാവരും വീണ്ടും കാണുമ്പോൾ? അതെ, വീണ്ടും കാണുമ്പോൾ ഒരുപാട് സന്തോഷമല്ലേ. പിന്നെ ഭയങ്കര സന്തോഷമാണ്. ഒരു കൊല്ലം 2 കൊല്ലമൊക്കെ കഴിഞ്ഞവരെയാണ് പിന്നെയും ഇങ്ങനെ ഓരോ കൊല്ലം കഴിഞ്ഞ് കാണാൻ പറ്റുള്ളൂ നമുക്ക്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ആഘോഷമായിട്ട് മാറിയിരിക്കുകയാണ്. കൈ നിറയെ ഗിഫ്റ്റുകൾ, പോരാത്തതിന് എലക്ഷൻ, എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പിയാണ്. വോട്ട് ചെയ്തു. ജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ജയിക്കും എന്നുള്ള ഉറപ്പുള്ളവർക്ക് മാത്രം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കൗണ്ടിങ് കഴിഞ്ഞിട്ട് എനിക്കറിയാം തസ്നി കുത്തിയവർ ജയിച്ചു എന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും ഞാൻ വോട്ട് ചെയ്തവരെന്തായാലും ജയിച്ചിരിക്കും. അതെ, 12 ചെയ്ത അസാധോന്നറിയാം. പക്ഷെ ആദ്യം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇങ്ങ് കൊടുത്തു കളയാന്ന് വിചാരിച്ചു, സ്നേഹം കൊണ്ട്. പക്ഷെ പിന്നെ ഞാൻ മനസ്സിലായത് 11 പേർക്കേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ കറക്റ്റ് നോക്കി 11 പേർക്ക് തന്നെ കൊടുത്തിരിക്കണം. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും താരസംഘടനയുടെ അമ്മയുടെ 30ാമത് ആനുവൽ ഡേ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താരസംഘടനയുടെ ഈ അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ സ്പോൺസർ ചെയ്തിരിക്കുന്ന ടൈറ്റൽ സ്പോൺസർ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് ആണ്. ജെയിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. വലിയൊരു ക്യാമ്പസ്, ജെയിൻ യൂണിവേഴ്സിറ്റി, നമുക്കറിയാം വലിയൊരു ക്യാമ്പസാണ്. ജെയിനാണ് ഇത് നമ്മുടെ ടൈറ്റൽ സ്പോൺസർ. അതോടൊപ്പം നമ്മളോട് കൈ കോർത്തിരിക്കുന്ന മൈജിയും നീതൂസുമാണ് നമ്മളോടൊപ്പം കൈ കോർത്തിരിക്കുന്നത്. ഇനിയും താരങ്ങൾ നമ്മുടെ ഇവിടേക്ക് എത്തുന്നുണ്ട്. നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് നമ്മളെ ലാലട്ടൻ പറയുന്നത്. നല്ലപോലെ റെസ്പോൺസ്. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വരുന്നുണ്ട്, മണിക്കൂട്ടം വരുന്നുണ്ട്. കഴിഞ്ഞ തവണ ടിവിയുമായിട്ട് പോയിട്ട് ഇപ്പൊ ഈ തവണയും പല കാര്യങ്ങൾ എന്തൊക്കെയോ ഒക്കെ ഇനി ഈ തവണ നടക്കണം. നേരത്തെ എന്നോട് പറഞ്ഞു ഫ്രിഡ്ജ് ആയതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. വീട്ടിൽ 2 ഉണ്ടെന്ന്. അല്ല, ഫ്രിഡ്ജ് വേണ്ടെന്നല്ല, കിട്ടിയ പിന്നെ ഉപയോഗിക്കാൻ സ്ഥലമില്ലാതായിരുന്നു. അത് ആവശ്യമുള്ളവർ കിട്ടട്ടെ. കാരണം അന്ന് എനിക്ക് TV ആവശ്യമായിരുന്നു. എന്റെ ഈ പറയുന്ന സ്മാർട്ട് TV അല്ലായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് പ്രൈസ് കിട്ടിയത് പിന്നെ അമ്മയെന്ന് ഫസ്റ്റ് ടൈം അങ്ങനെ ഇലക്ഷൻ മീൻസ് അങ്ങനെ ഒരു ഗിഫ്റ്റ്, ഇലക്ട്രിക് ഗിഫ്റ്റ് കിട്ടുന്നത് അതെന്റെ പേരിലാവുന്ന എനിക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഒരു ഫീൽ എന്ന് പറയും. ഇത് ഈ പറയുന്ന പോലെ ഈ 1 വർഷം ഈ പ്രോഗ്രാം വെക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. കാരണം എല്ലാവരെയും കാണുക, ഇവിടെ നിന്നൊരു പോസിറ്റീവ് ഓറ നമുക്ക് കിട്ടും, ഒരു പോസിറ്റീവ് എനർജി. പിന്നെ 1 വർഷത്തേക്ക് നമുക്കിങ്ങനെ നമ്മളൊരു സിനിമ കുടുംബത്തിനകത്തുള്ള ഒരാളാണ് എന്ന തോന്നൽ ഇവിടെ നിന്ന് കിട്ടും. അതിനുശേഷം വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ സ്മൂത്ത് ആവും നമ്മളെ സംബന്ധിച്ച്. ഹാപ്പി ആയിരിക്കണമല്ലോ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ. നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ ഹാപ്പി ആക്കി വെച്ചേക്കണം. ഇപ്പം ഞാൻ എമ്പുരാനാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു, അടുത്ത ഷെഡ്യൂൾ ഹൈദരാബാദാണ്, അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ നമ്മുടെ എസ് എൻ സ്വാമി സാർ ഡയറക്ട് ചെയ്ത സീക്രട്ട് എന്നുള്ള മൂവിയാണ് അടുത്ത റിലീസ് വരുന്നത്. നമ്മൾ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ, ഞാനും ഹൈദരാലിയൊക്കെ ഒന്നിക്കുകയാണ് സീക്രട്ട് എന്ന സിനിമയിലൂടെ. ഞാനും അടിപൊളിയാവട്ടെ. നമ്മുടെ ടിനി അവിടെ എങ്ങനെയാണ്? ടിനി എങ്ങനെയാ കൗണ്ടിങ് വോട്ടിംഗ് എങ്ങനെയാ? കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞു. 2-3 നേരം കൂടി. സുരേഷ് ചേട്ടൻ എപ്പോഴാണ് വരിക? സുരേഷ് ചേട്ടൻ 1 മണിയോടുകൂടി എത്തുമായിരിക്കും. 1 മണിയോടുകൂടി സുരേഷ് ചേട്ടൻ കഴിഞ്ഞാൽ സുരേഷ് ചേട്ടൻ വോട്ട് ചെയ്യാനുള്ള 1 മണി കഴിഞ്ഞ് ക്യൂ ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റും. അപ്പം വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം ഉള്ള വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 1 മണി വരെയാണ്. സുരേഷ് ഗോപിച്ചേട്ടൻ വരുമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ, ഇന്ത്യാസ് #1 ലാംഗ്വേജ് അക്കാഡമി, നീതൂസ് അക്കാഡമി.